ഇപ്പോൾ സംഭവം നടന്ന ഈ വഴിക്കടവ് വെള്ളക്കെട്ടിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് ചേരുന്നുണ്ട്. സുഹൈൽ, അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സുഹൈൽ? ഇതിന് അങ്ങേയറ്റം ദയനീയമായ സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വഴിക്കടവ് വെള്ളക്കെട്ട് എന്ന പ്രദേശമാണ്. ഇതൊരു വനമേഖലയാണ്, കാട്ടാന പ്രശ്നം അടക്കമുള്ളൊരു ഇടമാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്യാവശ്യം ചെറിയ രീതിയിൽ വനപ്രദേശത്തേക്കുള്ളൊരു വഴിയാണ്. അങ്ങോട്ട് വലിയ ആൾപ്പാർപ്പില്ല. ഇവിടെ സമീപത്ത് വൈകിട്ടോടെ മീൻ പിടിക്കാനും കുളിക്കാനുമായി പോയതാണ് അനന്തവും സുഹൃത്തുക്കളും. അപ്പോൾ ഈ ഒരു ചെറിയ തോടുണ്ട് ഇതിന് താഴോട്ടായിട്ട്. ഇപ്പോൾ നമുക്ക് അതിലേക്ക് പ്രവേശനമില്ല. ഈ തോടിന് സമീപത്തായിട്ട് ചെറിയൊരു കവുങ്ങും തെങ്ങും ഒക്കെ ഉള്ള ഒരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഒരു കൃഷിഭൂമി അവിടെയുണ്ട്. ആ സ്ഥല ഉടമ ഇവിടുത്തുകാരനല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ. പക്ഷേ ഈ കൃഷിഭൂമി ഈ സ്ഥലം നേരത്തെ നമ്മൾ നാട്ടുകാരോടൊപ്പം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന പോലെ വന്യമൃഗ ബുദ്ധിമുട്ടുകൾ ശല്യങ്ങൾ ഉണ്ടാക്കുന്ന ഇടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കൃഷിഭൂമിയെ ഒന്ന് സംരക്ഷിച്ചു വെക്കാനായിരിക്കണം ഒരു ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് അനുവാദമില്ലാതെ അനധികൃതമായി ഇവിടെ നിർമ്മിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഇഷ്ടത്തിലുള്ളവരാണോ? എന്താണ് സംഭവിച്ചത്? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ നാട്ടുകാരടക്കം ഈ പ്രദേശത്തുണ്ട്. നേരത്തെ പോലീസുകാർ ഇവിടെ എത്തിയിരുന്നു, KCB ഇവിടെ എത്തിയിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫെൻസിംഗ് അനധികൃതമായിരുന്നു എന്ന് തന്നെയാണ്. ഈ ഫെൻസിംഗിന് KCB മൗനാനുവാദം കൊടുത്തു എന്ന രീതിയിൽ UDF രാഷ്ട്രീയ ആരോപണം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ അനന്തു എന്ന 15 വയസ്സുകാരൻ SLC വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനന്തുവാണ് മരിച്ചത്. ഒപ്പം 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ പ്രശ്നങ്ങളില്ല, അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ. അതൊരു ആശ്വാസ വാർത്തയാണ്. എന്ത് തന്നെയായാലും വരും ദിവസങ്ങൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം ഈ വിഷയം വലിയ ചർച്ചാ വിഷയമാകും. നമ്മൾ നാട്ടോടക്കം സംസാരിച്ചപ്പോൾ ഈ വെള്ളക്കെട്ടുന്ന മേഖല വനമേഖല പ്രദേശമാണ്. നമുക്ക് ഇവിടുന്ന് വെളിച്ചക്കുറവടക്കമുണ്ട്. താഴോട്ടേക്കാണ് ഈ പറയുന്ന ഈ തോടിലേക്കുള്ള വഴി. ഇപ്പോൾ നിലവിൽ നമുക്ക് അവിടെ പ്രവേശനമില്ല. അതിനോട് സമീപത്തുണ്ടായിരുന്ന ഒരു ഈ പറഞ്ഞതുപോലെ തെങ്ങും കവുങ്ങും ഒക്കെ ഉള്ളൊരു വലിയ ഭൂമിയാണ്. അതിന്റെ ഭൂടമ ഇവിടെ ഇല്ല. അപ്പം അവിടെ ഇത്തരത്തിലൊരു ഫെൻസിംഗ് ഉള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ഈ ഫെൻസിംഗ് എങ്ങനെ ഇത്രക്കാലം അവിടെ പ്രവർത്തിപ്പിച്ചു, എവിടെയെന്ന് കറണ്ട് എടുത്തു, KCBക്ക് ഇത് അറിയുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഫെൻസിംഗ് ഇവിടെ സ്ഥാപിക്കുന്നതിൽ തന്നെ ഇതിന്റെ ഈ നിലമ്പൂരിന്റെ ഇല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ പ്രശ്നം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വിളകളും മറ്റുമൊക്കെ വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്ന സ്ഥിരമാകുന്ന ഇടമാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ തുടങ്ങിയ മുതൽ പറയുന്നതാണ് വന്യമൃഗ സംഘർഷവും വനവുമാണ് നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് നമുക്ക് ഈ മരണത്തെ കണക്കാക്കേണ്ടി വരും. കാരണം അവരുടെ കൃഷിയിടം സംരക്ഷിക്കാൻ അത് അനധികൃതമായി നിർമ്മിച്ച ഫെൻസിംഗിൽ നിന്നാണ് ഷോക്കേറ്റ് അനന്തിന് ജീവൻ നഷ്ടമായത്. എന്തായാലും നിലവിൽ പോലീസുകാരടക്കം എത്തി ഇവിടെ ഒരു ഇന്റിമേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വരും നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ അനന്തുവിന്റെ മൃതദേഹമുള്ളത് ഈ പറയുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ്. കീർത്തന, സുഹൈൽ, ഈ പ്രദേശവാസികൾ പറയുന്നത് എന്താണ്? സ്ഥിരമായി അവിടെ ഈ വന്യമൃഗ ശല്യമുള്ള സ്ഥലമാണോ? ഇത്തരത്തിലൊരു വൈദ്യുതി വേലി സ്ഥാപിച്ചതിനെ പറ്റി പ്രദേശവാസികൾക്ക് അറിയുമോ? അത് KCBയുടെ അനുമതിയോടുകൂടെയാണോ, അധികൃതരുടെ അറിവോടെയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അപ്പോഴും അവശേഷിക്കുകയാണ്. തീർച്ചയായും കീർത്തന, ഈ പറയുന്നത് പോലെ നമുക്ക് ഈ അധികാരികളുടെ അനുമതിയോടുകൂടി ഫെൻസിംഗ് നിർമ്മിച്ചാൽ അതിൽ കടത്തിവിടുന്ന വൈദ്യുതിക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകും. അത് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് വഴിവെക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഫെൻസിംഗിന് ഷോക്കേറ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു അനധികൃത ഫെൻസിംഗ് ആണ്. ഈ അനധികൃത ഫെൻസിംഗിന് അവർ എവിടെ നിന്ന് വൈദ്യുതി എടുത്തുന്ന ചോദ്യം ഉയരുകയാണ്. KCBക്ക് ഇത് അറിയുമോ, അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ ഈ ഫെൻസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും കൃത്യമായി അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇൻസ്പെക്ട് ചെയ്യേണ്ടതൊക്കെ ആവശ്യമുണ്ട്. അത്തരത്തിലൊരു ഇൻസ്പെക്ഷൻ ഇവിടെ നടക്കുന്നില്ല എന്നുകൂടി ഒരു വിവാദവും ഒക്കെ ഉയരുന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ കീർത്തന, നമുക്ക് പ്രേക്ഷകർക്ക് കാണാനാകുമെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഈ പറയുന്ന അപകടം നടന്നു എന്ന് പറയുന്ന ഇടത്തേക്കുള്ള വഴിയാണ്. നിലവിൽ ഇതൊരു കാട് പിടിച്ച വഴിയാണ്. എനിക്ക് തോന്നുന്നു മറ്റൊരു വഴിയിലൂടെ അവർക്ക് ഈ തോട്ടിലേക്ക് വേറൊരു ആക്സസ് ഉണ്ടായിരുന്നു, ഒരു പ്രവേശനം ഉണ്ടായിരുന്നു. അതിലായിരിക്കും അവർ അങ്ങോട്ട് പോയിട്ടുണ്ടാകുക. എന്തായാലും വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു തോടായിരുന്നു. ഈ തോട്ടിൽ വൈകിട്ടോടുകൂടി അവർ മീൻ പിടിക്കാനും കുളിക്കാനും ഒക്കെ സ്ഥിരം പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു ഫെൻസിംഗ് ഉണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല. നമ്മൾ നാട്ടുകാരടക്കം ചോദിച്ചപ്പോൾ ആ പറമ്പിൽ അങ്ങനെ ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ളതായി അറിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഇത്രയും കാലം അവിടെ ഫെൻസിംഗ് ഉണ്ടായിരുന്നു, ഭാഗ്യം കൊണ്ടാണ് മറ്റ് ജീവനുകൾ നഷ്ടപ്പെടാതിരുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഈ ഫെൻസിംഗിലൂടെ അനധികൃത ഫെൻസിംഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന് വൈദ്യുതി പ്രവാഹിച്ചപ്പോൾ അറിയാതെ ചവിട്ടിയതാകാം അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ എങ്ങനെ ഇത്തരത്തിലൊരു ഫെൻസിംഗ് ഇവിടെ ഇത്രയും വർഷങ്ങൾ, അല്ലെങ്കിൽ എത്രത്തോളം വർഷം ഈ ഫെൻസിംഗ് ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇത് എങ്ങനെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു എന്ന ചോദ്യം ഉയരുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പല വിഷയങ്ങൾ ഉയർത്തിയെങ്കിലും നിലമ്പൂരിന്റെ കോർ വിഷയം എന്ന് പറയുന്നത് ഈ വന്യമൃഗ സംഘർഷമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ആന ചവിട്ടിക്കൊല്ലുന്ന വാർത്തകളടക്കം നമ്മൾ നിലമ്പൂരിൽ നിന്ന് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം കാര്യമായി മാറുന്നില്ല എന്ന വിവാദം കൂടി ഉയരുമ്പോഴാണ് അനന്തു എന്ന ഒരു 15 വയസ്സുകാരൻ, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയുള്ള ഒരു SLC കാരനാണ്. അവന് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ
ഒരു വേലി പോലെയുണ്ട്. ഇത്തരത്തിൽ തന്നെയായിരിക്കും ഫെൻസിംഗും അവിടെ ഉണ്ടാകുന്ന മനസ്സിലാക്കുന്നു. ഇതെന്ത് ഫെൻസിംഗ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത്തരത്തിൽ ഇതൊരു ഉദാഹരണമാണ്. ഈ പറമ്പ് വേർതിരിച്ചൊക്കെ ഇത്തരത്തിൽ ഫെൻസിംഗ് കെട്ടിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഒരു ഫെൻസിംഗിലാണ് നിലവിൽ അവർക്ക് അപകടം സംഭവിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അത്യാവശ്യം കാട് പിടിച്ചൊരു ഇടമാണ്. അടുത്ത വനപ്രദേശമല്ലെങ്കിലും വന്യമൃഗ പ്രശ്നങ്ങളുണ്ട്. കാട്ടാനകളടക്കം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ടെന്നടക്കം നാട്ടുകാർ ആരോപിക്കുന്നു. ഈ പ്രശ്നം തന്നെയാണ് നിലമ്പൂരിന്റെ കോർ പ്രശ്നവും. മനുഷ്യർക്ക് ഇത്തരത്തിൽ ആദിയില്ലാതെ കാട്ടാനകളെ പേടിക്കാതെ പുലിയെ പേടിക്കാതെ അവർ നനച്ചു വളർത്തുന്ന വിളകൾ മറ്റ് വന്യമൃഗങ്ങൾ നശിപ്പിക്കില്ല എന്ന ഉറപ്പോടുകൂടി ജീവിക്കണമെന്ന ആഗ്രഹത്തിന് പുറത്താണ് അവർ പലവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇതൊന്നും നടക്കാത്തതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ ഫെൻസിംഗിൽ തട്ടി ഒരു 15 വയസ്സിൽ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വിഷയങ്ങൾ പരിഗണിക്കണം. ഒന്ന്, ഈ കൃഷിയുടമയ്ക്ക് ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടി വന്ന അവസ്ഥ, അതായത് അദ്ദേഹം അല്ലെങ്കിൽ ആ കൃഷിയുടമ നട്ടുവളർത്തുന്ന ഒരു വിളകളും അവർക്ക് ലഭിക്കുന്നില്ല, ഈ വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നതുകൊണ്ടായിരിക്കും നിലവിൽ അത്തരത്തിൽ ഫെൻസിംഗ് കെട്ടേണ്ടി വന്നത്. രണ്ട്, നമ്മുടെ സംവിധാനങ്ങൾ അത് ഇത്തരം വിഷയങ്ങൾ എത്രത്തോളം ഗൗരവകരമായി കാണുന്നു എന്നുള്ളതാണ്. ഈ ഫെൻസിംഗ് അനധികൃതം എന്ന് പറയുമ്പോഴും അതിലേക്ക് കറണ്ട് ആവശ്യമാണ്. നിലവിൽ KCB തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സപ്ലയർ. അത്തരത്തിൽ KCBയുടെ കറണ്ട് ഉപയോഗിച്ച് എങ്ങനെ അനധികൃത ഫെൻസിംഗിലൂടെ വൈദ്യുതി കടത്തിവിടുന്നു?